നമ്മളിപ്പോൾ ജീവിക്കുന്നത് പൂർണ്ണമായും ഇൻ്റർനെറ്റിനെ ആശ്രയിച്ച ലോകത്തിലാണ്. പഠനം, ജോലി, ബിസിനസ്, വിനോദം എല്ലാം ഇൻ്റർനെറ്റിലൂടെ നടക്കുന്നു. എന്നാൽ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും ഒരേ നിലവാരത്തിലുള്ള ഇൻ്റർനെറ്റ് ലഭ്യമാണോ? അതിനുത്തരം ഇല്ല എന്ന് തന്നെയാണ്. നഗരങ്ങളിൽ ഹൈസ്പീഡ് നെറ്റ് ലഭിക്കുമ്പോൾ ഗ്രാമങ്ങളിലെയും ഉൾപ്രദേശങ്ങളിലെയും ജനങ്ങൾ ഇപ്പോഴും പിന്നിലാണെന്നതാണ് യാഥാർത്ഥ്യം. ഈ പ്രശ്നത്തിന് പരിഹാരമായി എത്തുന്നത് എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് പദ്ധതിയായ സ്റ്റാർലിങ്ക് ആണ്. ഭൂമിയിൽ ടവറുകൾ സ്ഥാപിക്കാതെ ആകാശത്ത് ഭ്രമണം ചെയ്യുന്ന ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഇൻ്റർനെറ്റ് നൽകുന്ന സാങ്കേതിക വിദ്യയാണ് സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ കാടുകൾ, മലനിരകൾ, സമുദ്രങ്ങൾ എന്നിവയാൽ വേർപെട്ട പ്രദേശങ്ങളിലേക്കും ഇൻ്റർനെറ്റ് എത്തിക്കുവാൻ കഴിയും. ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്തിന് ഇത് വലിയ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ എളുപ്പത്തിൽ ലഭ്യമാകും. ടെലിമെഡിസിൻ വഴി ഡോക്ടർമാരുടെ സേവനം ഉൾപ്രദേശങ്ങളിലേക്കും എത്തും. കൂടാതെ ചെറുകിട ബിസിനസ്സുകൾക്ക് ഓൺലൈൻ വിപണിയിൽ പ്രവേശിക്കുവാൻ കൂടുതൽ അവസരങ്ങളും ലഭിക്കും. അതേസമയം ചില വെല്ലുവിളികളും നിലനിൽക്കുന്നു. സർക്കാർ അനുമതികൾ, ടെലികോം നിയമങ്ങൾ, ഡേറ്റ സുരക്ഷ ഇവയെല്ലാം നിർണായക ഘടകങ്ങളാണ്. സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ പൂർണ്ണമായി പ്രവർത്തിക്കുവാൻ ഈ വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ എല്ലാ വെല്ലുവിളികളും മറികടന്നാൽ ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവി കൂടുതൽ ശക്തമാകും. നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള ഡിജിറ്റൽ വ്യത്യാസം കുറയും. ഓരോ വ്യക്തിക്കും സമാനമായ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് നാം മുന്നേറുമെന്നത് ഉറപ്പാണ്. സ്റ്റാർലിങ്ക് ഒരു സാധാരണ ഇൻ്റർനെറ്റ് സേവനം മാത്രമല്ല, അത് ഇന്ത്യയുടെ ഭാവിയെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരു സാങ്കേതിക വിപ്ലവം കൂടിയാണ്. ഈ മാറ്റം യാഥാർത്ഥ്യമാകുമോ? അതിനായി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും മലയാളി 360 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. ഇതുപോലെയുള്ള നല്ല വാർത്തകളും പുതിയ അറിവുകളും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ലഭിക്കുന്നതിനായി മലയാളി 360 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.